Hi my dear students, I am Mahima teacher. Welcome to Mahima teacher physics classroom Inspect Nature. നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ആണ്. അതിന്റെ രണ്ട് ആപ്ലിക്കേഷനും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇതിൻ്റെ സൈഡിലുണ്ട്, അവിടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പിറിക്കൽ ഷെൽ യൂസിങ് ഗോസസ് ലോ. Then what is Gauss's law? According to the Gauss's law, electric flux through a closed surface is equal to 1 by epsilon 0 times the total charge enclosed within that surface. That means the phi E is equal to Q enclosed by epsilon 0 and which is also equal to closed surface integral E dot ds. Okay. And here we consider a uniformly charged spherical shell, a thin spherical shell. അപ്പോൾ ഒരു thin sphere നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Okay, and this is our thin spherical sphere. And if we provide a positive charge on the surface of the sphere, it will spread over the surface. Outer surface, inner surfaceലേക്ക് അത് പോവില്ല. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഔട്ടർ സർഫസിലേക്ക് പോസിറ്റീവ് ചാർജസ് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻസൈഡ് ദ സ്പിറിക്കൽ ഷെൽ ദ ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഇൻസൈഡ് ദ സ്പിറിക്കൽ ഷെൽ, and the second one is outside the spherical shell, and third one is the surface. At the surface il എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇൻസൈഡ് ദ സ്പിറിക്കൽ ഷെൽ എന്താന്ന് നോക്കാം. ഇൻസൈഡ് ദ സ്പിറിക്കൽ ഷെൽ ചാർജ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. എന്നാലും നമ്മൾ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, and Gaussian surface in the radius is capital R and the radius of the spherical shell is R. Upon according to the Gauss's law, phi E, the electric flux is equal to charge enclosed by epsilon 0. But here charge is equal to 0 inside the Gaussian surface, so that the phi E, electric flux, is equal to 0 because the charge is 0. And 0 is equal to closed surface integral E dot ds. That means electric field inside the spherical shell is equal to 0. അപ്പോൾ ഇത് ഇൻസൈഡിന്റെ കേസ്. Inside the spherical shell electric field is equal to 0. And next we have to consider the Gaussian sphere outside the spherical shell. Okay, അപ്പോൾ ഒരു outside the spherical shell നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് കേസ് ആണ് നമ്മൾ പറയുന്നത് outside the spherical shell. outside അപ്പോൾ സെയിം നമ്മൾ റേഡിയസ് എപ്പോഴും R തന്നെയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസ് എടുക്കുന്നത് ക്യാപിറ്റൽ R. റേഡിയസ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ R ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ക്യാപിറ്റൽ Rന്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. ഉള്ളിലാണെങ്കിൽ ചെറുതായിരുന്നു, പുറത്തേക്ക് വന്നപ്പോൾ അത് വലുതായി മാറി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ചാർജസ് ഉണ്ട് അല്ലെ. ഗോഷ്യൻ സർഫസിന്റെ ഉള്ളില് സ്പിറിക്കൽ ഷെല്ലില് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നത്? സർഫസ് ഓഫ് ദ സ്പിറിക്കൽ ഷെല്ലിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡെൻസിറ്റി അവിടെ കൺസിഡർ ചെയ്യുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി കൺസിഡർ ചെയ്തിരിക്കണം. And here the surface charge density sigma is equal to Q by A. A എന്ന് പറയുന്നത് എന്തായിരിക്കണം? A is the area of the spherical shell, surface area of the spherical shell. Spherical shell ന്റെ surface area എന്താണ്? 4 pi
സ്ഫിറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ, ആർ സ്ക്വയർ. അപ്പൊ Q/4πr². അതാണ് നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q = എന്താണ്? σ4πr². ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തിരിക്കണം. Q/ε0 ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E.ds. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതുന്നു σ4πr²/ε0 ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു കൺസിഡർ ചെയ്യാണ്. ഹിയർ വി കൺസിഡർ എ സ്മോൾ പോർഷൻ and electric field is always outwards because here we consider the positive charges on the surface of the sphere, and the surface area vector is also parallel to the electric field, hence theta is equal to 0 and cos 0 is equal to 1 because here we consider the dot product. അല്ലേ, അപ്പോൾ dot product കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ E.ds എന്ന് പറയുന്നത് എന്തായി മാറും? E.ds എന്ന് വരും. കാരണം cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഡോട്ട് ഇല്ലാതെ പോയി. നമ്മളിവിടെ ഇങ്ങനെ എഴുതാണ് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ds. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ σ4πr²/ε0 E ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ds. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഗോഷ്യൻ സർഫസിലാണ് ds എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ദി ഗോഷ്യൻ സ്ഫിയർ ആണ് കേട്ടോ, അല്ലാതെ ഇതിന്റെ ഉള്ളിലത്തെ സ്ഫിറിക്കൽ ഷെല്ലിന്റെ സർഫസ് ഏരിയ അല്ല, ഗോഷ്യൻ സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. which is equal to E4π, അതിന്റെ റേഡിയസ് എന്താണ്? r ആണ് അല്ലേ, അപ്പൊ r². അപ്പൊ E4πr². ഇപ്പൊ രണ്ട് സൈഡിലും 4π ഉണ്ട് അല്ലെ, അത് ക്യാൻസൽ ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഇക്വേഷൻ ചേഞ്ച് ആവുന്നത് അപ്പൊ ഞാൻ ഈ സൈഡിലേക്ക് എഴുതുകയാണ് കേട്ടോ. അപ്പൊ ഇക്വേഷൻ ചേഞ്ച് ആവുന്നത് എന്താ വരിക? σ4πr²/ε0 E into 4πr². 4π ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ σr²/ε0 ER². കണ്ടോ? അപ്പൊ E is equal to എന്താ വന്നത്? σr²/r²ε0. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. And if we consider sigma as Q/4πr², നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഇക്വേഷൻ സിഗ്മയ്ക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? Q/4πr². 4πr² ഈ സിഗ്മയ്ക്ക് കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ എഴുതാം. r²/r²ε0. അപ്പൊ ഇവിടെ r² ഈ r² ക്യാൻസൽ ചെയ്ത് പോയിട്ട് E is equal to Q/4πε0 r² എന്ന് കിട്ടി. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഗോസസ് ലോ പ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയ അതേ റിസൾട്ട്, അതായത് ഈ സ്പിറിക്കൽ ഷെല്ലിന് പകരം നമ്മളിവിടെ ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ദാറ്റ് മീൻസ് ഹിയർ ദ സ്പിറിക്കൽ ഷെൽ ഈസ് അസ്യൂംഡ് ആസ് എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതേ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ കിട്ടിയത്, Q/4πε0 r². ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഇൻസൈഡ് ദ സ്പിറിക്കൽ ഷെൽ ഇറ്റ് ഈസ് 0 ആൻഡ് ഔട്ട്സൈഡ് ദ സ്പിറിക്കൽ ഷെൽ ഈസ് ഈക്വൽ ടു Q/4πε0 r². അങ്ങനെയാണെങ്കിൽ അറ്റ് ദ സർഫസ് എന്ത് വരും? അറ്റ് ദ സർഫസ് നമുക്ക് എഴുതാം ഈ ആറും സെയിം ആയിരിക്കും അല്ലെ, r is equal to r എന്ന് എഴുതാം അല്ലെ, r is equal to r എന്ന് എഴുതാം. സെയിം റേഡിയസ്, ഈ ആറും സെയിം ആയി വരും. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ഈ ആറും സെയിം ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? E at the surface is equal to σ/ε0. കണ്ടോ എന്താ വന്നത്? σ/ε0 എന്നാണ് വന്നത്. ഇത് സർഫസില്, ഇത് ഇൻസൈഡില്, ഇത് നമ്മളുടെ ഔട്ട്സൈഡില്. ഓക്കെ, ഇനി നമുക്ക്
വേറൊരു ഇക്വേഷൻ കൂടെ ഇതിനകത്ത് എഴുതാം. r is equal to r എന്നാണെങ്കിൽ ഈ ക്യാപിറ്റൽ ആറിന് പകരം നമുക്ക് സ്മോൾ r എന്ന് എഴുതാം. അപ്പൊ ഈ സർഫസിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് is equal to q by 4 pi epsilon 0 r square എന്ന് എഴുതാം. ആറിന് പകരം നമുക്ക് ക്യാപിറ്റൽ ആറിന് പകരം സ്മോൾ ലെറ്റർ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ ആർ എഴുതിയാലും കുഴപ്പമില്ല, ബിക്കോസ് ആർ ഇസ് ഈക്വൽ ടു ആറ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് നമ്മൾക്കൊരു ഗ്രാഫ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യം അറിയേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ 0 വരും, ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ അത് q by 4 pi epsilon 0 r square ആണ്. And at the surface it is maximum q by 4 pi epsilon 0 r square. അപ്പൊ ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഗ്രാഫ് വരയ്ക്കാനൊന്നും ഒരു സ്ഥലമില്ല. അപ്പൊ ഞാനൊരു സ്ഥലം ഉണ്ടാക്കിയ ശേഷം ഗ്രാഫ് വരച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിന് മുൻപ് ഇതൊക്കെ ഒന്ന് നമ്മൾ ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് കിട്ടിയതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സർഫസ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതി, ഇൻസൈഡിൽ എന്താണ്, ഔട്ട് സൈഡിൽ എന്താണ്. അപ്പൊ ഗ്രാഫ് എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടെ ഒന്നിച്ചൊന്ന് വരച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾ വരച്ച് നോക്കിയായിരുന്നോ? ഞാൻ ഒരു ഇന്റർവെല് തന്ന സമയത്ത് നിങ്ങളൊന്ന് വരച്ച് നോക്കിയായിരുന്നോ? നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഗ്രാഫും ഞാൻ വരയ്ക്കുന്ന ഗ്രാഫും സെയിം തന്നെയാണോ എന്ന്. കേട്ടല്ലോ? അപ്പൊ ഇവിടെ നമ്മള് ഇ എന്ന് പറയുന്നത് y ആക്സിസിലാണ് എടുക്കുന്നത്. ആൻഡ് ആർ എന്ന് പറയുന്നത് നമ്മളിവിടെ ആർ ക്യാപിറ്റൽ ആണ് എടുക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി ഗോൾഷ്യൻ സർഫസ്. അപ്പോൾ ഇവിടെ ആർ എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ എന്താ പറയണത്? മാക്സിമം ഇൻസൈഡ് ദ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു 0 to അല്ലേ, അതായത് സ്പിറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 0. ഇവിടെ വരെ അതിന്റെ സ്പിറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ആണ്. ഈ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്പിറിക്കൽ ഷെൽ ഇറ്റ് ഈസ് 0. നമുക്കിങ്ങനെ എവിടെയാണ് മാക്സിമം? മാക്സിമം അറ്റ് ദ സർഫസ്. ഇതാണ് അതിന്റെ മാക്സിമം. r is equal to r എന്നുള്ള പോയിന്റ്. E at the surface is equal to sigma by epsilon 0 ഈ ഒരു പോയിന്റിൽ. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ദ സ്പിറിക്കൽ ഷെല്ലിൽ എങ്ങനെയാണ് പോകുന്നത്? ഔട്ട്സൈഡ് ദ സ്പിറിക്കൽ ഷെൽ E is inversely proportional to r square. കണ്ടോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r square ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ E ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r square. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, റേഡിയസ് ഓഫ് ദി ഗോൾഷ്യൻ സർഫസും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരിക്കലും എക്സ് ആക്സിസിലേക്ക് അത് ടച്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾവേസ് പാരലൽ ടു ദ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ക്ലോസ് ടു ദ എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസ് എന്ന ലെവലാണ് ഈ ഗ്രാഫ് പോവുക. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്കും ഈ ഗ്രാഫ് ഇതുപോലെ തന്നെയാണ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടല്ലോ? അപ്പൊ കിട്ടിയിട്ടില്ലാത്തവർ വിഷമിക്കേണ്ട, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോർഡ് എക്സാമിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന്റെ കേസിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാം എന്ന് പറയുന്നത് അടുത്ത് തന്നെ വരുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ താഴെ വന്നോളും. കേട്ടല്ലോ? അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ സെക്ഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, സീ ഓൺ അനദർ സെക്ഷൻ വിത്ത് അനദർ ടോപ്പിക്. ബൈ.